പ്രഷർ കാണുന്നുണ്ടാവും. ആ ഒരു ഇറക്കിറങ്ങി വരുന്ന ഒരു വാഹനം അല്ലേ, ആ ഇറക്കിറങ്ങി വരുന്ന ഇതിൻ്റെ ഇത് കോറിയാണ് കേട്ടോ. അത്രയും ആഴത്തിൽ, ചുരുങ്ങിയതൊരു 70 അടി ആഴത്തിൽ ഇതുണ്ടാവും. 10-60 അടി ആഴത്തിൽ നേരെ ചെറുങ്ങനൊന്ന് കണ്ണ് മാളിയ അപകടത്തിലാണ്. അല്ലെങ്കിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടാൽ ഇതൊക്കെ ഈ ഒരു കുഴി, ഇതിവിടെ ശരിക്കും നല്ലൊരു കോൺക്രീറ്റ് വാള് കെട്ടിക്കൊടുക്കൽ അനിവാര്യമാണ്. എന്നാൽ ഒരു പരിധി വരെ പൂർണ്ണമായിട്ട് തടയാൻ പറ്റും. വാഹനങ്ങൾ പല ലോഡ് വെച്ച് വരുന്ന പല വാഹനങ്ങൾ തടയാൻ പറ്റുന്നില്ല. കുറച്ച് ഹൈറ്റിൽ ഇതിപ്പോൾ ഇപ്പുറത്ത് കോറിയാന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സൈൻ ബോർഡ് അല്ലെങ്കിൽ സൂചന ഒരു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഫ്രണ്ട്സ്, ബുള്ളറ്റുമാനുമാണ്, ആദവനാടാണ്, മലപ്പുറം ജില്ലയിൽ. നിങ്ങളൊക്കെ വാർത്ത മുഖേന കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 2-ാം നോമ്പിന് വെള്ളിയാഴ്ച ജുമാൻ്റെ നേരത്ത് നാടിന് നടുക്കിയൊരു സംഭവം. ഒരു മലയിൽ ഏജൻസീസിൻ്റെ ഒരു ചരക്ക് വണ്ടി ഒരു ഇറക്കിറങ്ങി വരുന്ന സമയത്ത് ഫസ്റ്റ് റൈറ്റ് സൈഡിലൊരു കോറി കാണുന്നു. ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ സ്വയരക്ഷാർത്ഥം മുന്നിൽ കാണുന്ന ഒരു സ്ഥലത്തേക്ക്, അതായത് കാട് മൂടി കിടക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി സുരക്ഷിതമായിട്ട് ഇറക്കാൻ ശ്രമിക്കുന്നു. നല്ല ഇറക്കാണ്. പക്ഷേ ആ പാവത്തിന് അറിയില്ലായിരുന്നു, ആ ഡ്രൈവർക്ക് അറിയില്ലായിരുന്നു മുന്നിലേക്ക് ചെല്ലുന്നത് അതിലും വലിയൊരു അപകടത്തിലേക്കാണെന്നുള്ളത്. ഒരു കോറിയിലേക്ക് മറിയുന്നു. അദ്ദേഹം ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്നു. ക്ലീനർ കുടുങ്ങിക്കിടക്കുന്നു. 7 മണിക്കൂറത്തെ എന്താ പറയുക രക്ഷാപ്രവർത്തനത്തിന് ശേഷം മരണപ്പെട്ടിട്ട് മലപ്പുറം മേൽമുറി സ്വദേശിയാണ്. പാവപ്പെട്ടൊരു കുടുംബമാണ്. ഇതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഈ ആദവനാട് പ്രദേശത്ത് ഈ റോഡ് സൈഡിലായിട്ട് ഒരുപാട് കോറികളുണ്ട്. മറ്റുള്ള വാർത്ത മരണപ്പെട്ടതും വീഡിയോ ദൃശ്യങ്ങളും പൊക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോഴത്തെ ഒരു അവയർനെസ് എന്ന് പറയുന്നത് ഇവിടുത്തെ അധികാരികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിലെ റോഡ് സുരക്ഷാ ടീമുകളൊക്കെ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബാരിക്കേഡോ കാര്യങ്ങളോ, ഒരു വലിയ വാഹനം വന്നാൽ ചിലപ്പോൾ തടുക്കാൻ പറ്റിയ ബാരിക്കേഡ് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല, എങ്കിലും ഒരു സൂചന നിലനിൽക്കും. അതുപോലെ തന്നെ ചെറിയ കോൺക്രീറ്റ് ബാരിക്കേഡ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേഗത കുറയാനോ അല്ലെങ്കിൽ ഓട്ടോ മറ്റുള്ള ചെറിയ വാഹനങ്ങളൊക്കെ അല്ലേ താഴേക്ക് പോകും. ഇവിടെ അടുത്ത് തന്നെ ഇപ്പോൾ ഈ ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ 2-3 മരണം സംഭവിച്ചിട്ടുണ്ട്, 3-4 അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ. നമുക്ക് പിന്നിൽ ഈ ലോറി കിടക്കണ ഇത് കുറച്ച് എന്താ പറയുക ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, കുറച്ച് മാറിയിട്ടാണ്. പക്ഷേ റോഡിനോട് ചാരി, റോഡിൻ്റെ എന്താ പറയുക അഴുക്കുചാല് കോറി എന്ന് തന്നെ പറയാം, അത്രയും ചാരി റോഡിന് ഓരത്തായിട്ട് ഒരുപാട് കോറികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം ഇനി ആവർത്തിക്കരുത്. നമ്മളെ കേരളത്തിൽ പൊതുവെയുള്ള സംഭവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ബാക്കിയുള്ള എന്താ പറയുക പ്രൊസീജിയർ നോക്കില്ല ജനങ്ങൾ ഉണരുക. അപ്പോൾ ഇനിയൊരു കോറി അപകടം, ഇനിയൊരു മുത്തു അല്ലെങ്കിൽ ഒരു മുസ്തഫ ആവർത്തിക്കരുത് അല്ലേ. നമ്മളൊക്കെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൻ്റെ അത്താണിയാണ്. നമുക്ക് നിസ്സാരമായിട്ട് കാണാം, ഒരു കോറിക്ക് വണ്ടി പോയി അത്രേ ഉള്ളൂ. പക്ഷേ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ്. അതുകൊണ്ട് ഓരോ കുടുംബത്തിൻ്റെയും നാഥന്മാർ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അത്താണികൾക്ക് വില കൽപ്പിച്ചുകൊണ്ട്, ഒരു മനുഷ്യന് വില കൽപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു ബാരിക്കേഡ് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ അതിൻ്റെ MLA അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലൊക്കെ ഫണ്ട് പാസ്സാക്കിയിട്ട് ഒരു ബാരിക്കേഡ് കെട്ടിക്കൊടുക്കുക. അതായിരിക്കും ഉചിതം. സൂചനാ ബോർഡുകളും എൻ്റെ കൂടെ ലോറിയുടെ മനാഫ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം ഒരു ലോറി അപകടം എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യസ്നേഹം നിലനിൽക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ കഴിഞ്ഞ വർഷം സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 70 ദിവസം കാത്തിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇത് എന്തോ ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആ ഒരു ബോഡി, കാരണം 2-3 പ്രാവശ്യം ഈ എത്താഞ്ഞിട്ടില്ലേ, കയറെത്താഞ്ഞിട്ടും അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ആ ഒരു ഓർമ്മ വന്നിട്ടുണ്ട്. അതാണ് അതുകൊണ്ട് ഇത്തരം അവസ്ഥകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ജനങ്ങൾ അധികാരികളൊക്കെ ഒന്ന് ഉണരണമെന്നില്ല ദയവ് ചെയ്ത് പറയാനുള്ളത്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ഓട്ടോ ആണ് അല്ലെങ്കിൽ കുറച്ച് യാത്രക്കാരായിട്ട് വരുന്ന സ്കൂൾ ബസ്സുകളാണെങ്കിൽ എന്തേക്കാര അവസ്ഥ? വൈരങ്കോട് വേല എടുക്കാണ് കണ്ടത് ഓപ്പറേറ്റർമാർ. പക്ഷേ ആ കൂട്ടത്തിൽ കാണിത് വന്നെങ്കിലോ അതെ അതായത് വൈരങ്കോട് വേല ആവശ്യം, അതായത് ആ ഒരു ബ്ലോക്ക് കണക്കിലാക്കിയിട്ടാണ് അവർ ഇതിലെ റൂട്ട് മാറി വന്നിട്ടുള്ളത്. പള്ളിയിലേക്ക് എന്താണ് ആ സ്ഥലത്തിന് അങ്ങാടി ഊരത്ത് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്ര നിലയിട്ടുള്ള ധൃതിയിലാണ് പോകുന്നത്. പക്ഷേ പാവങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പക്ഷേ ഇതൊക്കെ ഒന്ന് അധികാരികൾ ഉണരണം. അതേ പറയാം. ഈ നാട്ടിൽ സത്യത്തിൽ ഇത്ര ഈ കോറികൾ കണ്ടിട്ട് ഭയാനകമായ എത്ര 100 അടി ഏറ്റവും ചെറിയ കോറിക്ക് 100 അടി താഴ്ചയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത്രയും കോറികളുള്ള സ്ഥലത്ത് സത്യത്തിൽ മരണസംഖ്യ ഇതൊന്നല്ല. ഈ നാടിന്റെ ഭാഗ്യം കൊണ്ടാണ് ഇതിൽ മരണസംഖ്യ കുറഞ്ഞതെന്ന് ഈ നാടിന് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായതിനോണ്ടായിരിക്കും.
ഏതായാലും അധികാരികൾ എന്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ഉണരുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു തെറ്റും ചെയ്യാത്ത, സ്വന്തം തെറ്റുകളിൽ ചെയ്യാതെ ആണ് ഈ പാവം ലോറി തൊഴിലാളി മരണപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ലോഡായിട്ട് ഈ ഇറക്കൊക്കെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അങ്ങൾക്കും അറിയാം, നിങ്ങളൊരു ലോറി ഡ്രൈവറായിരുന്നു. അപ്പോൾ എന്താണ് ഈ പ്രസ്ഥാനം നടത്തിയ നമുക്ക് മനസ്സിലാവും. ഈ എന്താണ് ലോഡായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബ്രേക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടായാൽ ഇനിയും ആളുകൾ ഇവിടെ മരണപ്പെടും. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇതിനെന്താണ് ഒരു പരിഹാരം അധികാരികൾ കാണണം. അതുപോലെ തന്നെ മറ്റൊരു കോറി കൂടി കാണിക്കാനാണ്, ഈ വഴിയിലുള്ള അപകടാവസ്ഥ കാണിക്കാനാണ് കേട്ടോ. ഇതിപ്പോൾ ഏതാ റോഡ് എന്ന് പറഞ്ഞത്? മർക്കസ്, അതായത് വളാഞ്ചേരി പിന്നെ മൂടാല് ഭാഗത്തേക്ക്. ഇവിടെ നല്ലൊരു വളവാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു വളവ് ഇങ്ങനെ തിരിഞ്ഞിട്ട് പോകുന്ന റോഡാണ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വളവെന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് പാളുക അല്ലെങ്കിൽ ചവിട്ട് പേക്കുക ചെയ്താൽ താഴെ കാണുന്നത് അഗാധമായിട്ടുള്ള കോരിയാണ്. അവിടെ നമ്മളൊരു 70-60 അടിയാണ് കണ്ടിട്ട് വെച്ചാൽ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു 250 അടി താഴ്ചയിൽ. പ്രേക്ഷകർക്ക് ഈ ഒരു വീഡിയോ മുഖേന എത്ര കാണിച്ചു തരാൻ പറ്റുന്നില്ല. അധികാരികൾക്കറിയാം, നാട് ഭരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നാട്ടിലെ ആളുകൾക്ക് അറിയാം. ഇവിടെ ഒരു വാരിക്കേട്, നല്ലൊരു കോൺക്രീറ്റ് വാളുകൾ കെട്ടില്ല. കാരണം ഒരു സൈക്കിൾ, കുട്ടികൾ സൈക്കിളായാലും മതി, ബൈക്കായാലും മതി, പിടുത്തം വിട്ടാൽ നേരെ പോയി. നഷ്ടം എന്ത് സംഭവിച്ചു? നമ്മൾ പറയും ഇന്ന ആൾ ഓൻ കോറി പോയി അല്ലെങ്കിൽ ഇന്ന സംഭവിച്ചു, അതോട് അവസാനിച്ചു. അല്ലെ, തൊട്ടടുത്ത് അങ്കലവാടി ഉണ്ടല്ലേ, സ്കൂൾ ബസ്സൊക്കെ ഓടുന്ന സ്ഥലമല്ലത്. മർക്കസ് ബസ്സുകൾ കുട്ടികൾ, ഇതൊക്കെ സംഭവിച്ചിട്ട് നോക്കേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. നിങ്ങളതൊന്ന് മനസ്സിലാക്കണത്. ഇത് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ സംഭവിക്കണതാണ്. അവിടെ പാലം വേണം, ഇവിടെ തോട് വേണം, കൈവരി വേണം എന്നുള്ളത്. എന്താ ഇവിടെ ഒരു എന്തെങ്കിലും പാസ്സാക്കിയിട്ട് ഒരു കൈവരി കെട്ടിക്കൊടുത്താൽ എന്ത് സംഭവിക്കാനാണ് പോണത്? അപകടങ്ങൾ ഒഴിവാക്കി നമ്മൾ ഏതൊരു സംഗതി പിന്നെ എന്താ പറയുക, രോഗം വന്നിട്ട് ചികിത്സിക്കണേ നല്ല ഇതൊക്കെ നമ്മൾ പാടി നടക്കുക, സ്റ്റാറ്റസ് വെക്കുക എന്നല്ലാതെ പ്രാവർത്തികമാക്കണില്ലേ നമ്മൾ, അല്ലേ? കാരണം നിങ്ങൾ ഇവിടെ വന്നാൽ ഇത് പ്രേഷറായിട്ടുള്ള നിങ്ങൾക്ക് കാണിച്ചതിനൊരു പരിധി ഉണ്ടാവും. എൻ്റെ കൂടെയുള്ള ആളുകൾ ഇവർക്ക് പരാതി കൊണ്ട് വന്നതാണ്. ഒരുപാട് കോറികൾ വേണ്ടെന്നല്ല, ഇതൊക്കെ കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, പിന്നെ എന്താ പറയുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നല്ല പറയാം. കാരണം 10-40 വർഷം ബാക്കല്ലേ ഇതൊക്കെ, അല്ലേ? നിങ്ങളൊക്കെ ചെറുപ്പത്തിലുള്ളതല്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അന്ന് ആളുകൾ ജീവിച്ചു, അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഉപജീവനം, പിന്നെ നല്ലൊരു വെള്ളത്തിൻ്റെ ജലസ്രോതസ്സുമാണ്, ഒരുപാട് നനക്കാൻ ഇതിനൊക്കെ ഉപകാരമുണ്ട്. പക്ഷെ അതവിടെ കിടക്കട്ടെ. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരു ചെറിയൊരു അശ്രദ്ധ മതി. കാരണം അവിടെ നിന്ന് ഇറക്കിറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതാണ്. ഇത് പകലാവുമ്പോൾ കാണാൻ പറ്റും. രാത്രിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ വേറെ നിവർത്തില്ല. അതുകൊണ്ട് ഒന്ന് കണ്ണൂർ തന്നെ പറയാനുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം.